നമസ്കാരം. ഔട്ട് ഓഫ് ഫോക്കസിൽ നമ്മൾ ഇന്ന് ആദ്യം സംസാരിക്കുന്ന വിഷയം, ഇപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതിൻ്റെ അവസാനത്തെ 2 ഘട്ടങ്ങളിലേക്ക് കടക്കവേ നരേന്ദ്രമോദി സർക്കാർ തുടരുമോ അതോ ഇന്ത്യ സഖ്യം നരേന്ദ്രമോദിയെ മറച്ചിടുമോ എന്ന കാര്യത്തിൽ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ, നിരീക്ഷണങ്ങൾ, വിശകലനങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ രാജ്യത്തെ ശ്രദ്ധേയരായ സെഫോളജിസ്റ്റുകൾ, തെരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധർ പല അഭിപ്രായങ്ങൾ പറയുന്നു. അതിനകത്ത് യോഗേന്ദ്ര യാദവിൻ്റെ പേര് നമുക്ക് എത്രയോ വർഷങ്ങളായി അറിയാം. അദ്ദേഹം ഇത്തവണ ഇന്ത്യ സഖ്യം ഉണ്ടാക്കാൻ പോകുന്ന നേട്ടത്തെക്കുറിച്ചാണ് നിരന്തരം സംസാരിക്കുന്നത്. ആളുകൾക്കിടയിലൂടെ സഞ്ചരിച്ച് താൻ നേടുന്ന ഫീഡ്ബാക്ക് വെച്ച് ഇന്ത്യ സഖ്യത്തിന് ഇത്തവണ ഞെട്ടിക്കാൻ കഴിയും എന്ന് ഇദ്ദേഹം പറയുകയാണ്. 5ാം ഘട്ടം നരേന്ദ്രമോദിയെ സംബന്ധിച്ച് വലിയ ഉലച്ചിലുണ്ടാക്കിയ ഘട്ടമാണെന്നാണ് യോഗേന്ദ്ര യാദവ് ടെലിവിഷനുകൾക്ക് കൊടുക്കുന്ന അഭിമുഖങ്ങളിലും പത്രങ്ങളിൽ എഴുതുന്ന ആർട്ടിക്കിളിലും ഒക്കെ പറയുന്നത്. അതേസമയം പ്രശാന്ത് കിഷോർ, ഈ സമീപകാലത്ത് നമ്മൾ കേട്ടുള്ള നരേന്ദ്രമോദിയുടെ ആദ്യത്തെ വരവിലെ ചുക്കാൻ പിടിച്ച ഒരു തെരഞ്ഞെടുപ്പ് വിദഗ്ധൻ എന്ന് വിളിക്കാവുന്ന ആളാണ് പ്രശാന്ത് കിഷോർ. അദ്ദേഹം വേറെ ഒരുപാട് പാർട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പ് PR പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. പലയിടത്തും വിജയിച്ചിട്ടുണ്ട്, ചിലയിടത്ത് തോറ്റുപോയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇല്ല, മോദി വീഴാൻ പോകുന്നില്ല, മോദി സെയിം നമ്പർ നിലനിർത്താൻ പോവുകയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്നാണ്. അപ്പോൾ കുറേ കാരണങ്ങൾ അദ്ദേഹം പറയുന്നു. ഇന്ത്യ സഖ്യം അതിൻ്റെ സാധ്യതകളെ വളരെ സമയബന്ധിതമായി പ്രയോജനപ്പെടുത്തിയില്ല, മോദി അതിൻ്റെ എല്ലാം അഡ്വാൻറ്റേജ് എടുക്കുന്നതാണ് കണ്ടത്. ചില സംഗതികൾ പറയുന്നു, നേതാക്കളുടെ ചില ഇഷ്യൂസ്, പാർട്ടികൾ തമ്മിലുള്ള ആഭ്യന്തരമായ തർക്കങ്ങളെക്കുറിച്ചൊക്കെ പറയുകയാണ്. അപ്പോൾ ഈ സെഫോളജിസ്റ്റുകൾ വ്യത്യസ്ത അഭിപ്രായം പറയുന്നതിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം സംസാരിക്കാം എന്ന് വിചാരിക്കുന്നത്. ദൗസവൻ എന്താണ് തോന്നുന്നത്? യോഗേന്ദ്ര യാദവ് അദ്ദേഹം പറയുന്ന വിശകലനത്തിന് ചില പോയിന്റുകൾ, ഫാക്ടേഴ്സ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പ്രശാന്ത് പറയുന്നത് രാമക്ഷേത്രത്തിൻ്റെ വിഷയത്തിൽ എടുക്കേണ്ട പൊസിഷൻ വൈകിപ്പോയി, നോട്ട് നിരോധനത്തെ വേണ്ട നിലയ്ക്ക് ഉപയോഗപ്പെടുത്തിയില്ല, മുന്നണിക്കകത്തെ പാർട്ടികൾ തമ്മിലുള്ള ശൈഥില്യം ആളുകൾക്ക് ഒരുതരം കൺഫ്യൂഷൻ ഉണ്ടാക്കി, നേതാവില്ല എന്നുള്ള മോദിയുടെ ചോദ്യം ആളുകൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കി. അപ്പോൾ ഇവർ രണ്ടുപേരെ മാത്രം എടുത്താൽ രണ്ടുപേരും വ്യത്യസ്തങ്ങളായ കാരണങ്ങൾ കൊണ്ടാണ് അവരുടെ സിദ്ധാന്തത്തിന് ഒരു അതിനെ ജസ്റ്റിഫൈ ചെയ്യുന്നത് കാണുന്നത്. നമുക്കതിനകത്തുനിന്ന് എന്തൊക്കെ എടുക്കാൻ തോന്നുന്നത് കാണുമ്പോൾ? നിഷാദ്, തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും മാർക്കറ്റുള്ള ആളുകളാണ് സെഫോളജിസ്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ ആളുകൾ അത് നിരീക്ഷിക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇന്ത്യയിൽ നിഷാദ് പറഞ്ഞ ഇന്ത്യയിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന 2 സെഫോളജിസ്റ്റുകൾ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധർ ആണ് നിഷാദ് പറഞ്ഞ 2 പേരും. പ്രശാന്ത് കിഷോർ ആകട്ടെ, യോഗേന്ദ്ര യാദവ് ആകട്ടെ. ഇവർ രണ്ടുപേരും പറയുന്നതിലും പോയിന്റ് ഉണ്ട്. ഇപ്പോൾ യോഗേന്ദ്ര യാദവ് കുറച്ചുകൂടി കൺവിൻസിംഗ് ആയിട്ടാണ് സംസാരിക്കുന്നത്. അദ്ദേഹം പറയുന്ന പോയിന്റ് ഇതാണ്: 272 എന്ന് പറയുന്ന മാജിക് നമ്പർ ഇന്ത്യയെ കടക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം ധാരാളമായി, പ്രശാന്ത് കിഷോറിന് വ്യത്യസ്തമായി അദ്ദേഹം ധാരാളമായി യാത്ര ചെയ്യുന്നുണ്ട്, ഗ്രാമങ്ങളിൽ യാത്ര ചെയ്യുന്നുണ്ട്, ആളുകളെ കാണുന്നുണ്ട്, എല്ലാ പ്രദേശങ്ങളിലും പോകുന്നുണ്ട്, ജനങ്ങളോട് സംസാരിക്കുന്നുണ്ട്. അതൊക്കെ വെച്ചിട്ട് അദ്ദേഹം സംസാരിക്കുമ്പോഴും അദ്ദേഹം എപ്പോഴും ഒരു കൺസർവേറ്റീവ് കണക്കാണ് പറയുന്നത്. അപ്പോൾ അത് വെച്ച് 272 കടക്കില്ല എന്ന് അദ്ദേഹം പറയുന്നു. ഇപ്പോഴത്തെ പ്രശാന്ത് കിഷോർ, അപ്പം യോഗേന്ദ്ര യാദവ് പറയുന്ന കാര്യങ്ങൾ, അദ്ദേഹം വെക്കുന്ന മാനദണ്ഡങ്ങൾ കൂടുതലും റീസെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പ്രശാന്ത് കിഷോർ പറയുന്നത് എന്താണ്? 303 2019 BJPക്ക് ലഭിച്ചത് 303 സീറ്റാണ്, NDAക്ക് 353 57 അങ്ങാണ്ടാണ്. എത്രയാണ്? ആ 303 നമ്പറിൽ തന്നെ BJP ഉണ്ടാകും. ഒരു പക്ഷേ ഇച്ചിരി കൂടാം. 272 മാജിക് നമ്പർ കടക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അതിനദ്ദേഹം നിരത്തുന്ന കാരണങ്ങൾ, ഈ യോഗേന്ദ്ര യാദവ് നിരത്തുന്നത് പോലെയുള്ള, യോഗേന്ദ്ര യാദവ് എന്താണ് നിരത്തുന്നത്? BJPക്കുള്ള പ്രശ്നങ്ങൾ, അതാത് പ്രാദേശിക തലത്തിൽ BJPക്ക് എതിരെയുള്ള പ്രശ്നങ്ങൾ, കർഷകരുടെ പ്രശ്നം, ഇങ്ങനെയുള്ള കുറേ ഘടകങ്ങളാണ്. പ്രശാന്ത് കിഷോർ പറയുന്നത് എന്താണ്? പ്രശാന്ത് കിഷോർ പറയുന്നത് പ്രതിപക്ഷത്തിൻ്റെ ദൗർബല്യങ്ങളാണ്. ഇദ്ദേഹം പറയുന്നത് മോഡിയുടെ അല്ലെ BJPയുടെ NDAയുടെ ദൗർബല്യങ്ങളാണ് യോഗേന്ദ്ര യാദവ് പറയുന്നതെങ്കിൽ, പ്രശാന്ത് കിഷോർ പറയുന്നത് പ്രതിപക്ഷത്തിൻ്റെ ദൗർബല്യങ്ങളാണ്. ആ പറയുന്ന കാര്യങ്ങൾ ശരിയാണ്. പ്രതിപക്ഷത്തിൻ്റെ ദൗർബല്യങ്ങളായിട്ട് പ്രശാന്ത് കിഷോർ എന്തെല്ലാമാണോ സൂചിപ്പിക്കുന്നത് അതെല്ലാം ശരിയാണ്. ഈ പറയുന്ന ലീഡർ എന്ന് പറയുന്ന ഒരു സംഗതി ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പിൽ അങ്ങനെയൊന്ന് വേണം എന്നുള്ളത് അങ്ങനെയാണ്, മാനസികമായിട്ട് അങ്ങനെയാണ്. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന അതിൻ്റെ ഒരു ലോഞ്ചിങ്ങിനെടുത്തിട്ടുള്ള സമയദൈർഘ്യം, നരേന്ദ്രമോദി ക്യാമ്പയിനുമായിട്ട് ഇറങ്ങിയപ്പോൾ പോലും ഇന്ത്യ മുന്നണി എന്നുള്ളതൊരു
ഒരു കോൺസെപ്ച്വൽ ലെവലിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു പ്രാക്ടിക്കൽ പ്ലാറ്റ്ഫോം ആയിട്ട് രൂപാന്തരപ്പെടുന്ന എപ്പോഴാണ്, അത് വളരെ വൈകിട്ടുണ്ടെന്നുള്ളതാണ്. പിന്നെ അദ്ദേഹം പറയുന്ന പല സംഗതികളും കുറേ പഴയതാണ്. പഴയതെന്ന് പറയുമ്പോൾ ഈ ഡീമോണിറ്റൈസേഷനെ ഉപയോഗപ്പെടുത്താൻ പറ്റിയില്ല. നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം തന്നെ ഉണ്ടായിട്ടുള്ള ഒരുപാട് തിരിച്ചടികളുണ്ട്. ഇലക്ട്രൽ ഡിഫീറ്റ്സ് ഉണ്ട്. ഈ പറയുന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പുകൾ, വെസ്റ്റ് ബംഗാളിൽ പരാജയപ്പെടുന്നത്, തമിഴ്നാട്ടിൽ പരാജയപ്പെടുന്നത്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, ഈ സംസ്ഥാനങ്ങളിലൊക്കെ ഇത് പഴയ കഥയാണ് കേട്ടോ. കോവിഡിൻ്റെ ഈ ഇത്തരം മൊമെൻറ്റംസ്, ആ മൊമെൻറ്റം ഉപയോഗപ്പെടുത്തുന്നതിൽ പ്രതിപക്ഷത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് വസ്തുതയാണ്. അന്ന് രാഹുൽ ഗാന്ധിയെ നമ്മൾ കാണാറ് പോലും ഉണ്ടായിരുന്നില്ല. ഈ അവസരങ്ങളുണ്ടായിരുന്നു. ഈ പറയുന്ന പ്രതിപക്ഷം, അന്ന് ഇന്ത്യ ബ്ലോക്കില്ല, പ്രതിപക്ഷത്തിന് അവസരങ്ങളുണ്ടായിരുന്നു. ആ അവസരങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ, ഇത് ഞങ്ങളുടെ ഒരു അവസരമാണ് എന്ന് മനസ്സിലാക്കുക എന്നുള്ള പ്രധാനമാണല്ലോ. അത് മനസ്സിലാക്കി അതിനോട് റെസ്പോണ്ട് ചെയ്ത് അതിനൊരു പൊളിറ്റിക്കൽ ക്യാപിറ്റലാക്കി പരിവർത്തിപ്പിക്കുക എന്ന് പറയുന്ന ഒരു പ്രക്രിയ. അതിൽ ഈ പ്രതിപക്ഷം, ഇന്ന് ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന, അന്ന് അങ്ങനെയൊന്നും പേരില്ലാത്ത പ്രതിപക്ഷം അല്ലെ പ്രതിപക്ഷത്തുള്ള പാർട്ടികൾ അതിൽ പരാജയപ്പെട്ടു എന്ന് പറയുന്ന പ്രശാന്ത് കിഷോറിൻ്റെ നിരീക്ഷണം 100% ശരിയാണ്. ഇപ്പുറത്ത് യോഗേന്ദ്ര യാദവ് എന്തെല്ലാമാണോ ഭരണപക്ഷത്തിൻ്റെ അല്ലെ NDAയുടെ മോഡിയുടെ ദൗർബല്യങ്ങളായിട്ട് പറയുന്നത് അതും ശരിയാണ്. അപ്പോൾ ഇതിൽ ഏതാണ് ഈ ഇലക്ഷനെ ഈ ഇലക്ഷനിൽ അത് ബാധിക്കാൻ പോകുന്ന കാര്യം എന്നുള്ളത്, അതാണ് പ്രശ്നം. അതാണ് യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ പ്രശാന്ത് കിഷോർ പറയുന്ന ഈ പറഞ്ഞ പലതും പഴയ കാരണങ്ങളാണ്. പക്ഷേ ഈ നോക്കൂ, നരേന്ദ്രമോദി പരാജയപ്പെടാൻ അല്ല NDA പരാജയപ്പെടാൻ സാധ്യതയുണ്ട്. ആ ഒരു മൂഡ് പതുക്കെ അവസാന ഘട്ടത്തിലാണല്ലോ വന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന സമയത്ത് അതില്ല, അതിൻ്റെ ഒന്നാം ഘട്ടത്തിൽ അതില്ല. ആ മൂഡ് അല്ലെങ്കിൽ ആ നിലക്കുള്ളൊരു ചർച്ചയെങ്കിലും മാധ്യമങ്ങളിലൊക്കെ വന്നത് എപ്പോഴാണ്? വന്നതിൻ്റെ ഒരു ട്രിഗർ എന്താണെന്ന് നിഷാ ശ്രദ്ധിച്ചോ? ആ ട്രിഗർ ഉണ്ടാക്കിയത് നരേന്ദ്രമോദി തന്നെയാണ്, അല്ലേ? ഈ പറയുന്ന വികാസ് പുരുഷായിട്ട് രാജ്യത്തെ ഉത്തരോത്തരം പുരോഗതിയിലേക്ക് നയിക്കുന്ന സബ്കാ സാത്ത് സബ്കാ വികാസ്, അങ്ങനെയുള്ളൊരു മഹാപുരുഷ് ആയിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന മോഡി പെട്ടെന്നൊരു പക്ക വർഗീയവാദിയെ പോലെ സംസാരിക്കാൻ തുടങ്ങി. ഒരു തെരുവ് വർഗീയവാദിയെ പോലെ സർവ്വ ഇലക്ഷൻ റാലിയിലും പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോഴാണല്ലോ പുള്ളിക്ക് എന്തോ പ്രശ്നം പറ്റിയോ എന്നൊരു ചോദ്യം വരുന്നത്. അപ്പോൾ പിന്നെ അതിനുശേഷം ആ നിലക്ക് തന്നെ അദ്ദേഹം പ്രസംഗിക്കുന്നു. പുള്ളിയുടെ ബോഡി ലാംഗ്വേജിൽ മാറ്റമുണ്ട്, സംസാരത്തിൽ മാറ്റമുണ്ട്. തിരഞ്ഞെടുക്കുന്ന വാക്കുകൾ ഒരു പ്രധാനമന്ത്രിയിൽ നമ്മൾ ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള വാക്പ്രയോഗങ്ങൾ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വരുന്നു. ഇതൊക്കെ അദ്ദേഹം തന്നെ എന്തൊക്കെയോ സ്മെല്ല് ചെയ്യുന്നു എന്ന് ബാക്കിയുള്ളവർ സ്മെല്ല് ചെയ്തു. അങ്ങനെയാണ് ഈ നിലക്കുള്ളൊരു നിരീക്ഷണം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് യോഗേന്ദ്ര യാദവ് പറയുന്നതിനെയും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഇപ്പോൾ എൻഡ് ഓഫ് ദി ഡേ എന്താ സംഭവിക്കുക എന്നുള്ളത് ജൂൺ 4 നോക്കാം. പക്ഷേ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിതിൽ ഇപ്പോൾ നരേന്ദ്രമോദി ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു, അത് വളരെ മോശമാണ്, അങ്ങനെ ഒന്നും പ്രധാനമന്ത്രി ചെയ്യാൻ പാടില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മൾ പറയുമെങ്കിലും അദ്ദേഹം അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അത് സെല്ലബിളാണ്. ഇന്ത്യയിൽ ഇപ്പോഴും സെല്ലബിളാണ് എന്നൊരു സംഗതി അവിടെ ഉണ്ട്. പ്രത്യേകിച്ച് ബി ജെ പിക്ക് അങ്ങനെയൊക്കെ ചെയ്യാം. ഒരു കാര്യം ശ്രദ്ധിക്കുക, 2019 ഇലക്ഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ട്രംപ് കാർഡ് എന്തായിരുന്നു? പുൽവാമ BJP സഹായിച്ചു എന്നുള്ള പറയാം. പുൽവാമ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ CRPF ജവാന്മാർ കൊല്ലപ്പെട്ടൊരു സംഭവമല്ലേ? ആര് ഭരിക്കുമ്പോഴാണ്? നരേന്ദ്രമോദി ഭരിക്കുമ്പോൾ നമ്മുടെ ജവാന്മാർ കൊല്ലപ്പെടുന്നു. എന്നിട്ട് അത് അവർക്ക് തന്നെ ഗുണകരമാവെന്ന് പറഞ്ഞാൽ എന്തോ അത്? ഇപ്പം മൻമോഹൻ സിംഗ് ഭരിക്കുമ്പോൾ ഇത്രയും ജവാന്മാർ കൊല്ലപ്പെട്ടു, മൻമോഹൻ സിംഗിന് അതിന് ഗുണം കിട്ടുമോ? ഇല്ല. മൻമോഹൻ സിംഗിന് എല്ലാവരും ചീത്ത പറയില്ല. മൗനി ബാബ പുള്ളിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഭീരുവാണ്, കഴിവില്ലാത്തവനാണ്, അങ്ങനെ ഇറങ്ങിപ്പോടാന്നാണ് പറയുക. പക്ഷെ നരേന്ദ്രമോദി ഭരിക്കുമ്പോൾ CRPF കൊല്ലപ്പെട്ടാൽ അത് മോഡിക്ക് ഗുണമാവും എന്നുള്ളതാണ്. അതൊരു ഭയങ്കര സംഭവമല്ലേ? അതാണ് ഈ ഇന്ത്യൻ മനോഘടന എന്ന് പറയുന്നത്. അല്ലെങ്കിൽ RSSനുള്ള ഒരു പ്രിവിലേജ് എന്ന് പറയുന്നത്, സംഘ് പരിവാറിൻ്റെ പ്രിവിലേജ് എന്ന് പറയുന്നത്. നമുക്ക് ഡിമോണിറ്റൈസേഷൻ നടത്തി നാട്ടുകാർ മുഴുവൻ പ്രാഗിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് UP ഇലക്ഷൻ നടക്കുന്നത്. എന്താ സംഭവിച്ചത് നമുക്കറിയാലോ. UP വളരെ കൂളായിട്ട് യോഗി അധികാരത്തിൽ വരികയാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹം എന്ത് ചെയ്താലും, എത്ര വർഗീയത പ്രസംഗിച്ചാലും അതുകൊണ്ട് ഗുണമുണ്ടാകില്ല നമുക്ക് കരുതാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ പ്രശാന്ത് കിഷോറിനെ തള്ളിക്കളയുന്ന ഒരാളല്ല.
അജിംസ് എന്താണ് തോന്നുന്നത്? ഇപ്പോൾ പ്രശാന്ത് കുറച്ചുകൂടി വലിയ വിഷയങ്ങൾ പറയുന്നു, കുറച്ചുകൂടി പഴയ വിഷയങ്ങൾ പറഞ്ഞു, കുറച്ച് പെരിഫറലായിട്ടാണോ സംസാരിക്കുന്നത്? യോഗേന്ദ്ര യാദവ് അദ്ദേഹം തെരുവുകളിലൂടെ സഞ്ചരിക്കുന്നു, ഓരോ സംസ്ഥാനങ്ങളിലെയും പ്രത്യേകതകളെക്കുറിച്ച്, വോട്ടിംഗ് ടേൺ ഔട്ടിലുണ്ടായിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടാണ് ഇത് വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. നേരത്തെ ദാവൂസായി പറഞ്ഞ പോലെ നരേന്ദ്രമോദിയുടെ കോൺഗ്രസ് രാഹുൽ ഗാന്ധിയുടെ പ്രായത്തിനൊപ്പിച്ച നമ്പർ പോലും നേടില്ല എന്ന് പറയുകയും പിന്നെ കോൺഗ്രസ് നിരന്തരമായി പറയുകയാണ് കോൺഗ്രസിനെ ഭയപ്പെടുന്ന പോലെ. അപ്പോൾ ആരാണ് ശരിയായ ഗ്രൗണ്ട് റിയാലിറ്റി റിഫ്ലക്റ്റ് ചെയ്യിക്കുന്ന അഭിപ്രായം പറയുന്നതെന്നാണ് തോന്നുന്നത്? ഒരു എഡ്ജ് കൊടുക്കാനുള്ളത് തോന്നുന്നത് എവിടെയാണ്? പ്രശാന്ത് കിഷോർ ആരാണ്? അദ്ദേഹം സെഫോളജിസ്റ്റ് അല്ല, അയാളൊരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ പണിയാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളത് അങ്ങനെ തന്നെ മനസ്സിലാകണം. കാരണം അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കെ തന്നെ മോദിയോടൊപ്പം അസോസിയേറ്റ് ചെയ്ത ആളാണ്. ഇപ്പോഴും മോദിയോടൊപ്പം അദ്ദേഹം പറയുന്ന എല്ലാ വാക്കുകളും മോദിക്ക് വേണ്ടിയാണ് അദ്ദേഹം പറയുന്നത്. അത് അങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കണം. കാരണം അദ്ദേഹം ഈ ലോകം മുഴുവൻ ട്രാവൽ ചെയ്യുകയോ ഈ വോട്ടർ ടേൺ ഔട്ട് പരിശോധിക്കുകയോ ഓരോ സ്റ്റേറ്റിലുണ്ടാകുന്ന പൾസ് നെഗറ്റീവ് വിശദീകരണം ഒന്നും ചെയ്യുന്നില്ല. അദ്ദേഹം പറയുന്നത് എന്താണ്? മൊത്തത്തിൽ ആർക്കും പറയാവുന്ന ഒരു കാര്യം പറയുകയാണ്. ഇപ്പോൾ ദാവൂസായി ഇവിടെ പറഞ്ഞല്ലോ, പ്രതിപക്ഷം നിർണായകമായ രാഷ്ട്രീയ സന്ദർഭങ്ങളെ രാഷ്ട്രീയമായി മുതലെടുത്തില്ല. അതൊരു വസ്തുതയായ കാര്യമാണ്. പക്ഷേ എങ്ങനെ മുതലെടുക്കുക? നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോൾ പുൽവാമ അറ്റാക്ക് ഉണ്ടായി. ഇപ്പോൾ മോദിക്കെതിരെ സംസാരിച്ച് കളയുന്ന രാഹുൽ ഗാന്ധി ഇറങ്ങി സംസാരിക്കുകയാണ്. എത്ര ടെലിവിഷൻ ചാനലുകൾ അത് എയർ ടൈം കൊടുക്കും? ഒന്നും വേണ്ട. ഇന്ത്യയിലെ ഏറ്റവും വലിയ ന്യൂസ് ഏജൻസി ANI നമ്മൾ 2019 തെരഞ്ഞെടുപ്പ് കാലം ശ്രദ്ധിച്ചാണ്. ഒപ്പോസിഷൻ ലീഡേഴ്സിൻ്റെ എത്ര ബൈറ്റ് അവർ പ്ലേ ചെയ്തു, എത്ര ബൈറ്റ് എടുക്കുമായിരുന്നു, എത്ര ടെലിവിഷൻ ചാനൽ ഇത് കാണിക്കും? അവരുടെ മുമ്പിൽ ആകെ ഉണ്ടായിരുന്ന വഴി എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ വഴിയാണ്. അതിന് പോലും അതിൻ്റെ റീച്ചിന് അവർക്ക് പരിമിതിയുണ്ട്. മറ്റൊന്ന്, ഈ നറേറ്റീവ് സൃഷ്ടിക്കുന്നത് മീഡിയയാണ്. മീഡിയ മുഴുവൻ ഗോദി മീഡിയയാണ്. അവിടെ ഓപ്പോസിഷൻ ദുർബലമായി പോകും. ഒരു കാര്യം. അപ്പോൾ ഇപ്പം കോവിഡ് സമയമുണ്ടായി. കോവിഡിൻ്റെ സമയത്ത് ഗ്ലോബൽ മീഡിയ മുഴുവൻ എന്ത് ചെയ്തു? ഈ ഗംഗയിലൂടെ മൃതദേഹങ്ങൾ ഒഴി നടക്കുന്നത് കാണിച്ചു. കോവിഡ് അതിനുശേഷം നടന്ന തിരഞ്ഞെടുപ്പിൽ UP-യിൽ യോഗി ആദിത്യനാഥ് തന്നെയാണ് വരുന്നത്. നമ്മളത് മനസ്സിലാക്കണം. അപ്പോൾ ഇത് ഉയർത്താത്തതല്ല, ഈ പ്രശ്നം ഉയർത്താത്തതല്ല പ്രശ്നം. അത് നരേന്ദ്രമോദി കോവിഡ് പ്രതിരോധത്തിൽ അമ്പയെ പരാജയപ്പെട്ടു എന്ന് മനസ്സിലാക്കാത്തവരല്ല മോദിക്ക് വോട്ട് ചെയ്യുന്നത്. മോദിക്ക് വോട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വോട്ട് ചെയ്യാനുള്ള കാരണം വേറെ ആയതുകൊണ്ടാണ്. നമ്മളതാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ മോദി പരാജയപ്പെട്ടതാണ്, ഭൂരിഭാഗം ഇടങ്ങളിലും മോദി പരാജയമാണ് എന്ന് സമ്മതിച്ചാൽ പോലും മോദി വിജയിക്കുന്ന സ്ഥലത്തെ ആ സ്ഥാനത്തിന് വേണ്ടിയാണ് വോട്ട് ചെയ്യുന്ന ആളുകൾ. നമ്മളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ ഒപ്പോസിഷൻ ഒന്നും ചെയ്യാൻ കഴിയില്ല. അത് മോദിക്ക് പകരം ആര് എന്ന് പലരും ചോദിക്കും. മോദിക്ക് പകരം ആരുമില്ല. കാരണം മോദിക്ക് പകരം ഒരാൾ ആവശ്യമില്ല. മനസ്സിലാവുണ്ടോ? മോദിക്ക് പകരം ഇന്ത്യക്ക് ഒരാൾ ആവശ്യമില്ല. മോദി മാത്രമാണ്. മോദിക്ക് പകരമല്ല രാഹുൽ ഗാന്ധി, അല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാൾ, അല്ലെങ്കിൽ അഖിലേഷ് യാദവ്. അതായത് ആറ്റം ബോംബിന് എന്താണ് ബദൽ എന്ന് ചോദിക്കുമ്പോൾ ആറ്റം ബോംബിന് ബദൽ ആവശ്യമില്ലെന്നേ. അതിൻ്റെ പർപ്പസ് അത് ചെയ്യാണ് ആറ്റം ബോംബ്. ആറ്റം ബോംബിന് എന്തിനാണ് ബദൽ? അതുപോലെ മോദിക്ക് ബദലിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ കാര്യങ്ങൾ അതിൻ്റെ ഒരു യാഥാർത്ഥ്യ ബോധത്തോടെ മനസ്സിലാക്കണം. രണ്ടാമത്തെ കാര്യം, എനിക്ക് ഈ രണ്ടുപേരുടെയും വിശകലനങ്ങൾ തോന്നുമ്പോൾ, ഈ പ്രശാന്ത് കിഷോറിൻ്റെ യോഗേന്ദ്ര തോന്നുമ്പോൾ ഈ പ്രഡിക്ഷനെ എക്സ്പെക്ടേഷനും പ്രഡിക്ഷനും തമ്മിൽ ഒരു കൺഫ്യൂസ്ഡ് ആണെന്നുള്ളതാണ്. ഈ രണ്ട് വ്യക്തികളും ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ യോഗേന്ദ്ര യാദവ് സംസാരിക്കുമ്പോൾ തന്നെ പറയുന്നുണ്ട്, ഈ ജനുവരിയിലെ രാഷ്ട്രീയ സ്ഥിതികൾ കാണുമ്പോൾ എനിക്ക് ദുഃഖം തോന്നുന്നതാണ്. അദ്ദേഹം സെഫോളിസ്റ്റ് ആണെങ്കിൽ, അദ്ദേഹം സെഫോളിസ്റ്റ് മാത്രമല്ല, അദ്ദേഹം ഒരു ഒപ്പോസിഷൻ്റെ രാഷ്ട്രീയ എന്താണ് കൽപ്പന. അദ്ദേഹം ഒപ്പോസിഷൻ മോദിക്കെതിരാണ്. അപ്പോൾ മോദിക്കെതിരായ ഒരാൾ സ്വാഭാവികമായും രാഷ്ട്രീയത്തെ വിശകലനം ചെയ്യുമ്പോൾ അതിന് വിഷമം വരും. ഒപ്പോസിഷൻ ചെയ്യുന്നില്ലോ എന്നുള്ളത്. ഒരു സെഫോളിസ്റ്റ് ഒരിക്കലും വിഷമം വരേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ രണ്ടുപേരെ റെസ്പോൺസിലേക്ക് കാണുന്നത് അവരുടെ എക്സ്പെക്ടേഷനെയും പ്രഡിക്ഷനും തമ്മിൽ ഒരു കൺഫ്യൂസ്ഡ് ആണ് എന്നാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, യോഗേന്ദ്ര യാദവ് എന്ത് ചെയ്യുന്നു? കുറേ കൂടി സയൻറ്റിഫിക് ആയിട്ട് കാര്യങ്ങൾ പഠിച്ച് ആണ് പറയുന്നത്. അദ്ദേഹം ഓരോ സ്റ്റേറ്റിലെയും സ്വിങ് മനസ്സിലാക്കിയിട്ടാണ് പറയുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ മഹാരാഷ്ട്ര, രാജസ്ഥാൻ, UP, അതുപോലെ ഒഡീഷ, വെസ്റ്റ് ബംഗാൾ, ഈ 5 സ്റ്റേറ്റുകൾ വളരെ നിർണായകമാണെന്ന് അദ്ദേഹം മുമ്പേ പറയുന്നുണ്ട്. അതിൽ ഈ രാജസ്ഥാനിൽ BJP വിജയം ആവർത്തിക്കുമെന്നാണ് നേരത്തെ അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ പിന്നീട് അവിടെ BJPക്ക് സീറ്റ് നഷ്ടമുണ്ടാകും. UP-യിൽ BJPക്ക് സീറ്റ് നഷ്ടമുണ്ടാകുമെന്ന് അദ്ദേഹം പറയുന്നത് അടുത്തിടയ്ക്കാണ്. അതായത് 2-3 ഘട്ടം കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പോൾ പ്രശാന്ത് കിഷോർ അതിനെങ്ങനെയാണ് വിശകലനം ചെയ്യുന്നത്? യോഗേന്ദ്ര യാദവിനുള്ള റെസ്പോൺസ് ആയിരുന്നു പ്രശാന്ത് കിഷോർ പറയുന്നത് എന്താണ്? BJPക്ക് നഷ്ടമുണ്ടാകുമെന്ന് കരുതുക. രാജസ്ഥാനിലോ UP-യിലോ നഷ്ടമുണ്ട്. മഹാരാഷ്ട്രയിൽ അങ്ങനെ വലിയ നഷ്ടമുണ്ടാവാനില്ല എന്നാണ് പ്രശാന്ത് കിഷോർ പറയുന്നത്. അങ്ങനെ നഷ്ടമുണ്ടായാൽ ആ നഷ്ടം BJP നികത്തുന്നത് പശ്ചിമ ബംഗാളിലും ഒഡീഷയിലും ആന്ധ്രയിലുമാണ് എന്നാണ്. അതായത് ഈസ്റ്റേൺ ആൻഡ് സദേൺ സ്റ്റേറ്റ്സ്, തെലങ്കാനയിലും തമിഴ്നാട്ടിലും കേരളത്തിലും ഉൾപ്പെടെ നേട്ടമുണ്ടാകുമെന്ന് പ്രശാന്ത് കിഷോർ പറയുന്നു. അപ്പോൾ അതിനോടുള്ള യോഗേന്ദ്ര യാദവിൻ്റെ റെസ്പോൺസ് ഇപ്പോൾ വയറുമായിട്ടുള്ള അർഫ ഖാനും ഷെർവാണിയായിട്ടുള്ള ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം ചോദിക്കുകയാണ്, വെസ്റ്റ് ബംഗാളിൽ അങ്ങനെ നേട്ടമുണ്ടാകുമോ?
ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. വെസ്റ്റ് ബംഗാളിൽ ഒന്നുകിൽ സ്റ്റാറ്റസ് കോ നിലനിർത്തും. കാരണം BJPക്ക് എക്സൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. അത് നിലനിർത്തുക എന്നതിനപ്പുറം അതിന് മുന്നോട്ട് കിടക്കാൻ നിലവിലെ പരിസ്ഥിതിയിൽ സാധിക്കില്ല. അതിന് അദ്ദേഹം കാരണമായി പറയുന്നത് കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിൽ വലിയ തിരിച്ചടിയാണ് BJPക്ക് നേരിട്ടത്. ആ തിരിച്ചടിയിൽ നിന്ന് ഒരു അല്പം അവർ മെച്ചപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും ഒരു സീറ്റ് പോലും കൂടുതൽ നേടാൻ അവർക്ക് കഴിയില്ല എന്നുള്ളതാണ്. അങ്ങനെ ഏറ്റവും മികച്ച വെസ്റ്റ് ബംഗാളിൽ ലഭിക്കാവുന്ന ഏറ്റവും മികച്ച സീറ്റുകളാണ് BJPക്ക് ലഭിച്ചിട്ടുള്ളത്. പിന്നെയുള്ളത് ഒഡീഷയാണ് പറയുന്നത്. ഒഡീഷയിൽ 8 സീറ്റാണ് BJPക്ക് ഉള്ളത്. ഈ 8 സീറ്റിൽ നിന്ന് മുന്നോട്ട് പോകാൻ BJPക്ക് പറ്റുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അവിടെ ഇതുവരെ നടന്ന ഒപ്പീനിയൻ പോളിലൊന്നും BJP അങ്ങനെ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് ഏറ്റവും മികച്ച സാധ്യത പോലും ഇല്ല. അങ്ങനൊരു മുന്നേറ്റം ഉണ്ടാക്കില്ല. ഇനി പറയുന്നത് ആന്ധ്രാപ്രദേശാണ്. ആന്ധ്രാപ്രദേശിൽ സീൻ വേറെയാണ്. അപ്പോൾ നിഷാദ് ശ്രദ്ധിച്ചറിയാം, നമ്മൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പെടുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും ഏറ്റവും മികച്ച പോൾ പെർസെൻറ്റേജ് ഉള്ള സംസ്ഥാനമാണ് ആന്ധ്ര. എല്ലാം 70 above ആണ്. അപ്പോൾ 70 above പോൾ പെർസെൻറ്റേജ് ഉള്ള ഒരു സംസ്ഥാനത്ത് തീർച്ചയായിട്ടും ഒരു ആൻറ്റി ഇൻകംബൻസി ഫീൽ ഉണ്ടാവും. ഒന്നുകിൽ ചേഞ്ചിന് വേണ്ടിയുള്ള ആഗ്രഹം വരുമ്പോഴാണല്ലോ ഈ പോൾ പെർസെൻറ്റേജ് കൂടുക. അങ്ങനെയെങ്കിൽ അത് TDPയെ സഹായിക്കും. ഇനി TDPയെ സഹായിച്ചാലും അത് BJPയുടെ സീറ്റല്ല കൂട്ടുക. BJP അവിടെ 2-3 സീറ്റിലാണ് മത്സരിക്കുന്നത്. ഞാൻ എല്ലാ സീറ്റിലും BJP ജയിച്ചാൽ പോലും അതെങ്ങനെയാണ് UPയിലും രാജസ്ഥാനിലും ഉണ്ടാക്കാൻ പോകുന്ന വലിയ ലാൻഡ് സ്ലൈഡ് ഡിഫീറ്റിനെ അല്ലെങ്കിൽ സീറ്റ് നഷ്ടത്തെ എങ്ങനെയാണ് അവർ ടാലിയാവുക? പിന്നെ തെലങ്കാനയിൽ തീർച്ചയായിട്ടും BJPയും കോൺഗ്രസും തമ്മിലാണ് മത്സരം. BRS പിന്നിലാണ്. എങ്കിൽ പോലും BJP എത്ര സീറ്റ് അവിടെ കൂടുതലായി വർദ്ധിപ്പിക്കും? തമിഴ്നാട്ടിലും കേരളത്തിലും എന്ത് മാറ്റം ഉണ്ടാക്കും? അപ്പോൾ ഈ പറയുന്ന ഹിന്ദി ഹെഡ്ലാൻഡിൽ BJPക്ക് തിരിച്ചടി ഉണ്ടായും എന്നല്ല പറയുന്നു, ഉണ്ടായാൽ അത് റിക്ലെയിം ചെയ്യാൻ ഈ പറയുന്ന സ്റ്റേറ്റുകൾക്ക് സാധിക്കില്ല. ആസാമിലോ ഒഡീഷയിലോ അങ്ങനെ അധികം സീറ്റുകളുള്ള സ്റ്റേറ്റുകളല്ല. അവിടെ നിലവിൽ തന്നെ BJP മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ മുന്നേറ്റം അപ്പുറം പോകാനുള്ള ഒരു സ്ഥിതി അവിടെ ഇല്ല. ഇനി സ്ഥിതി ഉള്ളത് ആന്ധ്രയിലാണ്. ആന്ധ്രയിൽ അവർ സഖ്യകക്ഷി മാത്രമാണ്. അവർ TDPയുടെ ചുമലിലേറി 2-3 സീറ്റ് നേടിയാൽ പോലും ഈ നഷ്ടം നികത്താൻ പോകുന്നില്ല. ഈ അർത്ഥത്തിൽ യോഗേന്ദ്ര യാദവ് പറയുന്ന ഒരു സെഫോളജിസ്റ്റിൻ്റെ അർത്ഥത്തിൽ ശരിയാണ്. എങ്കിൽ പോലും നമ്മളിപ്പോൾ മുന്നിൽ കാണുന്നത് എന്താണ്? 2 കാര്യങ്ങൾ യോഗേന്ദ്ര യാദവും പ്രശാന്ത് കിഷോറും സമ്മതിക്കുന്നുണ്ട്. 2 കാര്യങ്ങൾ. ഒന്ന്, ഒരു ആൻറ്റി മോദി വേവ് ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ആളുകൾ ഭയങ്കര ഭീകരമായ വൈരാഗ്യത്തോടെ വോട്ട് ചെയ്യാൻ വരുന്നു. മോദിയെ തൂത്തെറിയാൻ വേണ്ടി ആളുകൾ വോട്ട് ചെയ്യുന്നില്ല. കാരണം പോൾ പെർസെൻറ്റേജ് കുറവാണ്. അതേസമയം ഒരു ഹിന്ദുത്വ വൈകാരികതയില്ല. അപ്പോൾ ഈ 2 കാര്യങ്ങളും ചൂണ്ടിക്കാട്ടുമ്പോൾ കുറേ കൂടി നമുക്ക് സയൻറ്റിഫിക് ആയിട്ട് തോന്നുന്ന ഒരു കാര്യം BJPയുടെ കോർ വോട്ട് ബാങ്ക് വോട്ട് ചെയ്യുന്നില്ല എന്ന് മാത്രമാണ്. നമ്മൾ മുമ്പ് അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. BJPയുടെ ഉറച്ച വോട്ട് ബാങ്കുകൾ പലരും വോട്ട് ചെയ്യുന്നില്ല. ആ വോട്ട് ചെയ്യാത്തതിൻ്റെ ഗുണഫലം ഇന്ത്യ മുന്നണിക്ക് ലഭിക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ജൂൺ 4 അറിയാൻ പറ്റും. നമുക്കിപ്പോൾ അത് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് ശരി. യെസ്, എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ പറയുന്നു. അത് എവിടെയാണ് എത്തിച്ചേരുക എന്ന് ജൂൺ 4 വരെ കാത്തിരിക്കേണ്ടി വരും.